സ്നേഹമുള്ളവരെ, എല്ലാ വർഷവും നമ്മൾ നെറ്റിയിൽ ചാരം പൂശുന്നു. എല്ലാ വർഷവും നമ്മൾ ഉപവസിക്കുന്നു. എല്ലാ വർഷവും നമ്മൾ നോമ്പുകാലം ആചരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ നോമ്പുകാലം ആചരിക്കുന്നത്? ഇതിൻ്റെ അർത്ഥം എന്താണ്? നോമ്പുകാലത്തെക്കുറിച്ച് സഭ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? നോമ്പുകാല ആരംഭത്തിൽ കുർബാന മധ്യേ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവേ, വിശുദ്ധമായ ഉപവാസം വഴി ക്രിസ്തീയ പോരാട്ടത്തിൻ്റെ ഒരുക്കം സമാരംഭിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ നാരകീയ ശക്തികൾക്കെതിരായി പോരാടുന്ന ഞങ്ങൾ ആത്മസംയമനത്തിൻ്റെ സഹായത്താൽ ശക്തരാകുമാറാകട്ടെ. സഭ നമ്മെ പഠിപ്പിക്കുന്നത് നോമ്പുകാലം ഒരു പോരാട്ടമാണ്. ആരോടാണ് നമ്മുടെ പോരാട്ടം? ഒന്നാമതായി, ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന നമ്മുടേതായ ജഡികമായ ചിന്തകളോട്. രണ്ടാമതായി, ഈ ലോകത്തിലുള്ള ഏതെങ്കിലും വസ്തുക്കൾ ദൈവത്തോടുള്ള നമ്മുടെ താല്പര്യത്തിന് എതിരായി നിൽക്കുന്നുവെങ്കിൽ അതിനെതിരായുള്ള പോരാട്ടം. മൂന്നാമതായി സഭ പഠിപ്പിക്കുന്നത് സാത്താനോടും അവൻ്റെ അനുയായികൾക്കും എതിരെയുള്ള പോരാട്ടം. ഒരു കാര്യം കൂടെ സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു: നമ്മൾ ഈ പോരാട്ടത്തിന് തയ്യാറാണെങ്കിൽ ദൈവം നമ്മെ സഹായിക്കും. ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മൾ ദൈവത്തെ കൂടെ പിടിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പോരാടുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ വിജയിക്കും. നമ്മൾ ഈ പോരാട്ടത്തിൽ വിജയിച്ച് ദൈവത്തിൻ്റെ മക്കളായി ഈ നോമ്പുകാലം അനുഗ്രഹത്തിൻ്റെ ഒരു കാലമായി നമ്മൾ മാറ്റും. പ്രിയമുള്ളവരെ, ഓരോ നോമ്പുകാലവും നമ്മളെ പ്രധാനമായും 3 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമതായി, ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ദൃഢപ്പെടുത്തുക. ദൈവത്തെ നമ്മുടെ ശ്രദ്ധ കേന്ദ്രമാക്കുക. രണ്ടാമതായി, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. മൂന്നാമതായിട്ട്, പശ്ചാത്തപിക്കുക, അനുതപിക്കുക. ഈ നോമ്പുകാലം നമുക്ക് അനുഗ്രഹത്തിൻ്റെ നാളുകളാക്കി മാറ്റാം. ഈ നോമ്പുകാലത്ത് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും കാരുണ്യ പ്രവൃത്തികളിലൂടെയും ദൈവിക കാര്യങ്ങളിൽ മുഴുകി ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്